ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ചൊവ്വാഴ്ച ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ റൺ ചെയ്യുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാൾട്ടി, കാന്താര, ലോക, മിറാഷ്. ഇതുകൂടാതെ ഹൃദയപൂർവ്വം എന്ന ചിത്രം OTTയിൽ റിലീസായിട്ട് വീണ്ടും തിയേറ്ററിൽ നല്ല ലെവലിൽ ഓടുന്നുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്തയും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോവാം. ബാൾട്ടി ഇന്ന് 341ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 8000-നടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 11% മുകളിലാണ് ഒക്യുപ്പൻസി. അതായത് ഇന്നലത്തേക്കാൾ കൂടുതൽ ഒക്യുപ്പൻസി ഇന്ന് ചൊവ്വാഴ്ച കാണാൻ കഴിയുന്നു. 10.25 ലക്ഷം രൂപയാണ് ഇതുവരെ ഉള്ള കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ 448 ഷോകളിൽ നിന്ന് 9500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ തിയേറ്റർ ഒക്യുപ്പൻസിയായി കണ്ടത് 11%, 10.58 ആയിരുന്നു. ഇവിടെ 14,50,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷനായി വന്നത്. അതായത് ഏറെക്കുറെ ഒരു 25 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ കളക്ഷൻ വന്നത്. ഇന്ന് അതിന് മുകളിലേക്ക് പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. 6,56 ലക്ഷം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് 8.5 കോടിക്ക് മുകളിൽ, അതായത് 9 കോടിയിലേക്ക് നീങ്ങുന്നു ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 12 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താണേലും അതൊരു നല്ല വിജയമായി. ഹൃദയപൂർവ്വത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഹൃദയപൂർവ്വം ഇപ്പോൾ ലോക ഇറങ്ങിയ പോലെ തന്നെ 41-ാം ദിനത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ 41-ാം ദിനത്തിലും സിനിമയ്ക്ക് 14ഓളം ഷോകളുണ്ട്. അതിൽ 84ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 10,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഈ ഒരു 10,000 രൂപ കാണുമ്പോൾ പലർക്കും ഒരു ചിരി വേണമെങ്കിൽ വരാം. പക്ഷേ 2 ദിവസം മുമ്പിലത്തെ കളക്ഷൻ എടുത്ത് നോക്കിയാൽ കാര്യം അത്ര സിമ്പിൾ അല്ല എന്ന് പറഞ്ഞുതരാം. 17 ഷോകളിൽ നിന്ന് 665 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,28,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. അതായത് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സിനിമ 39-ാം ദിനം OTTയിൽ പോയിട്ടും വന്നു. ഇനി അതിന് മുമ്പുള്ള അല്ലെങ്കിൽ 31-ാം ദിനം OTTയിലൊക്കെ പോയിട്ടുള്ള സമയത്ത് 45 ഷോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം 1,700 ടിക്കറ്റും അങ്ങനെ 3,25,000 രൂപ ലഭിക്കുന്നതും, അതേപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച 2,300 ടിക്കറ്റുകൾ വിറ്റുപോയി 4,32,000 രൂപയും വരുന്ന കാര്യം കണ്ടു. അതായത് ഈ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ 15 ലക്ഷം രൂപയോളമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയും സമാനമായ രീതിയിൽ 1 ലക്ഷത്തിന് മുകളിൽ വന്നു. പിന്നെ 34, 35 ദിനങ്ങളിലും സിനിമയ്ക്ക് 2,87,000, അതുപോലെ 35 ദിനം 3,71,000. അതായത് ഒരു 50 ലക്ഷം രൂപ ആണ് സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 30-ാം ദിവസം കഴിഞ്ഞിട്ട് 40-ാം ദിവസം വരെ നേടാൻ കഴിഞ്ഞു. അതൊരു വലിയ കളക്ഷൻ തന്നെയാണ്. പലരും ഈ ഒരു സിനിമ കളം വിട്ടു എന്ന് വിചാരിച്ചെങ്കിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 37 കോടി രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. 45 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്നാലും OTT റിലീസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം. മിറാഷ് എന്ന ചിത്രമാണ്. മിറാഷ് ഇപ്പോൾ ഫൈനൽ റണ്ണിലേക്ക് തന്നെ പോകുന്നു. ഏകദേശം 48 ഷോകളാണ് ഈ ഒരു 19-ാം ദിനം സിനിമയ്ക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 760ഓളം ടിക്കറ്റുകൾ, 95,000-ഓളം ആണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപ എന്നുള്ള റേഞ്ചിലാണ്. അതായത് 1.5-2 ലക്ഷം രൂപയായിരിക്കാം ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ. അപ്പോൾ ചോദിക്കരുത് എന്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ എന്ന് ചോദിച്ചാൽ, ടിക്കറ്റ് ഇപ്പോൾ ബുക്കിങ്ങിലൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ ആയിരിക്കും മെയിനായിട്ട് ആൾക്കാർ എടുക്കുന്നത്. വളരെ കുറച്ച് പേരായിരിക്കും ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്നത്. അതായത് ഒരു 20% ടിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ 80%-ഉം ആളുകൾ തിയേറ്ററിൽ പോയി എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ റേഞ്ചിലുള്ള ഒരു കളക്ഷൻ ഫൈനൽ റേഞ്ചിലേക്ക് വരുമ്പോൾ പറയുന്നത്. എന്തായാലും ഈ ഒരു സിനിമ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വിജയമായില്ലെങ്കിൽ പോലും സിനിമയ്ക്ക് 5,11 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 7 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നു. 10 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡിന് വന്നു. എന്തായാലും ബാക്കിയുള്ള സിനിമകൾക്കൊപ്പം ഇറക്കിയതാണ് സിനിമയ്ക്ക് ക്ഷീണമായത്. ഇനി നമ്മളേവരും കാത്തിരിക്കുന്ന കാന്താരയുടെ വിപ്ലവകരമായ ആ ഒരു മുന്നേറ്റത്തിലേക്ക് നടക്കാം. അതായത് ഇന്ന് ഈ ഒരു ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിൽ തീ പോലെ തന്നെയാണ് നിൽക്കുന്നത്. 1,30,000 ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. ഓവറോൾ 32% ഒക്യുപ്പൻസിയിൽ 1,500ഓളം ഷോകളുടെ അടുത്ത് എത്തിയിരിക്കുന്നു സിനിമ. ഇന്നും ഒരുപാട് ഷോകൾ ഹൗസ്ഫുള്ളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. 2,12,34,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നലെ 3 കോടിക്ക് അടുത്താണ്. അതായത് 2,95,60,000 രൂപ. അതായത് നമുക്ക് 2,96 ലക്ഷം രൂപ എന്ന് പറയും. അതായത് 3.25 കോടിക്ക് മുകളിലാണ് 5-ാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടിയത്. ഇന്ന് സിനിമ 2,50 തൊട്ട് 80 വരെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. അതായത് 2,12 ലക്ഷം രൂപ ഇതിനോടകം ആയിട്ടുണ്ട്. തീർച്ചയായും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഫൈനൽ ആകുമ്പോഴത്തേക്ക് ആ റേഞ്ചിലേക്ക് പോകും. ട്രാക്കിങ്ങിലൂടെ മാത്രം 26 കോടി നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാന്താര ഈ 6 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 400 കോടിക്ക് അടുത്തേക്ക്, അല്ലെങ്കിൽ 400 കോടി ടച്ച് ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണേലും കഴിഞ്ഞ ദിവസം 335 കോടിക്ക് അടുത്തായിരുന്നു സിനിമ നേടിയതെങ്കിൽ ഇന്നലത്തെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ, അതായത് ഏറെക്കുറെ 400 എന്നുള്ള ആ റേഞ്ചിലേക്കും എത്തിയിട്ടുണ്ടാവാം.
സിനിമയുടെ 4 ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് സിനി ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നതനുസരിച്ചിട്ട് കർണാടകത്തിൽ നിന്ന് 76 കോടിയും നിസാമിൽ നിന്ന് 52 കോടിയും തമിഴ്നാട്ടിൽ നിന്ന് 25 കോടിയും കേരളത്തിൽ നിന്ന് 23 കോടിയും 4 ദിവസത്തെയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 82.25 കോടിയും ഇന്ത്യൻ ടോട്ടലായിട്ട് 259 കോടിയും ഓവർസീസിൽ നിന്ന് 6.3 മില്യൺ 56 കോടിയും അങ്ങനെ ഗ്ലോബലായിട്ട് 315 കോടി എന്നുള്ളതാണ് വന്ന് അന്നേ ദിവസം തന്നെ പല ട്രാക്കേഴ്സും 335 വരെയുള്ള കളക്ഷനും വന്നിരുന്നു. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏറെക്കുറെ സിനിമയ്ക്ക് 380 തൊട്ട് 400 വരെയുള്ള ആ ഒരു കളക്ഷനിലേക്ക് വരാം. ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 5 ദിനങ്ങൾ കൊണ്ട് നേടിയത് 26.5 കോടിക്ക് മുകളിലാണ്. ഇന്നത്തോടെ അത് 30 കോടി കടക്കുമെന്നുള്ളതാണ്. കാന്താര 1 എന്ന ചിത്രം വമ്പൻ വിജയമായിട്ടും 18 കോടിയോളമായിരുന്നു അന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതെങ്കിൽ ആദ്യ 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആ ഒരു ചരിത്രം അത് തിരുത്തി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള 400 കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. 400 കോടിയുടെ ഒരു പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അത് വരുന്ന ശനി ഞായറോട് കൂടി സിനിമ 550-650 കോടി റേഞ്ചിലേക്ക് കയറുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. എന്താണേലും ലോകമെമ്പാടും കാന്താരയ്ക്ക് വേണ്ടി ആളുകൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. ഇന്ന് മണിക്കൂറിൽ വിറ്റുപോകുന്നത് ഏകദേശം 20,000 തൊട്ട് 30,000 വരെയുള്ള ടിക്കറ്റുകളുമാണ്. ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു റെക്കഗ്നേഷൻ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. ഇനി നമുക്ക് ലോകയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ലോക 300 കോടി കുതിപ്പിന് വേണ്ടി മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 41-ാം ദിനത്തിലും സ്വാഭാവികമായിട്ടുള്ള ഇടിവുകൾ ബാക്കിയുള്ള സിനിമയ്ക്കുള്ളതുപോലെ തന്നെ ഈ സിനിമയ്ക്കുമുണ്ട്. എന്തായാലും ഈ ഒരു നിമിഷം വരെ സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. 590 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 10,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 9% ഇതുവരെയുള്ള സിനിമയുടെ ഒക്യുപ്പൻസിയായി കാണുന്നത്. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഏകദേശം 15,74,000 രൂപ മാത്രമാണ്. അതായത് ഇന്ന് ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം ഒരു 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് വരും. ഇന്നലെ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം 20 ലക്ഷം രൂപയോളമായിരുന്നു ട്രാക്കിങ്ങിലൂടെ. അതായത് 19,20,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ ലഭിച്ചത്. 12,500 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ അതായത് സിനിമ ഇന്നലെ 40,000 രൂപ നേടി എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 119 കോടിയായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് സിനിമ ഞായറാഴ്ച നേടിയിരുന്നത്. പിന്നീട് ഇപ്പോൾ സിനിമയുടെ കളക്ഷൻ ആ ഒരു 120 കോടിയിലേക്ക് നീങ്ങുന്നു. അതായത് 119 കോടി ഇന്ന് 60 ലക്ഷം രൂപയിലേക്ക് നീങ്ങുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 298 കോടി 15 ലക്ഷം രൂപയായിരുന്നു. ഇന്നലത്തെ കളക്ഷനോട് കൂടി സിനിമ 298 കോടി 50 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ കളക്ഷനോട് 298 കോടി 80 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 75 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് സിനിമ എത്തുകയാണ്. ഇനിയും ഒരു 1.25 കോടി കൂടിയാണ് ആ 300 എന്നുള്ള ആ ഒരു മാജിക്കൽ ഫിഗേഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഫിഗറിലേക്ക് എത്താൻ സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ളത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ മികച്ച ഹോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് ഒരു 50 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കളക്ഷൻ വരുന്ന 2 ദിവസങ്ങളാകുന്നു. പക്ഷേ ശനി ഞായർ ദിനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമയ്ക്ക് അവിടെ വലിയൊരു കുതിപ്പുണ്ടാകും. അതുകൂടാതെ ദീപാവലി ഹോളിഡേയ്സിലേക്ക് എത്തുമ്പോൾ അതും സിനിമയ്ക്ക് ഒരു മികച്ച റെസ്പോൺസ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡായിട്ട് പല സ്ഥലങ്ങളിലും 7ാം വാരത്തിലേക്ക് സിനിമ കടക്കുകയാണ്. നാളത്തേക്ക് സിനിമയുടെ തിയേറ്റർ ലിസ്റ്റുകൾ വരുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 6ാം വാരത്തിൽ 225ഓളം തിയേറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനിയും വരുന്ന വാരത്തിലേക്ക് എത്ര തിയേറ്ററുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. എന്തായാലും ലോക ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനൽ കളക്ഷനായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 130 കോടി ലക്ഷ്യം വെക്കുന്നു. 125-130 കോടി എന്നുള്ള ആ ഒരു ടാർഗറ്റ് വേൾഡ് വൈഡായിട്ട് 320 കോടി ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ 310 കോടി വരെയൊക്കെ എത്താൻ ഉള്ള ഏറെയും ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഏറ്റവും നല്ല ഒരു സൂചന നൽകുന്ന വേറെ ഒന്നുമല്ല, ഇവിടെ ഹൃദയപൂർവ്വം എന്ന ചിത്രം OTTയിൽ പോയിട്ടും ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത. അതുകൊണ്ട് തന്നെ ലോക എന്ന ചിത്രത്തിനും OTTയിൽ പോയി കഴിഞ്ഞാൽ പോലും വേണമെങ്കിൽ ഒരു 3-4 മാസം റൺ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 കോടിയെങ്കിലും സിനിമയ്ക്ക് അല്ലെങ്കിൽ 4 കോടിയെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.